സാർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏതാണ്ട് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നു. പലയിടങ്ങളിലും ഡിക്ലറേഷൻ കഴിഞ്ഞിരിക്കുന്നു. പല സ്ഥലത്തും വാശിയേറിയ മത്സരമായിരുന്നു എന്നുള്ളതാണ് വോട്ടെണ്ണലിൻ്റെ രീതികൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്, ലീഡ് നില കാണുമ്പോൾ മനസ്സിലാകുന്നത്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പോലും നില പരിങ്ങലാവുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ മറിയാറുണ്ട്. നില മറിഞ്ഞിരിക്കുന്നു. കൂടാതെ ചില ഫലപ്രഖ്യാപനം പുറത്തു വന്നപ്പോൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പല പ്രഖ്യാപനങ്ങളുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്ന പല മന്ത്രിമാരും തോറ്റമ്പിയിരിക്കുന്നു. ദയനീയമായ മാർജിന് തോറ്റിരിക്കുന്നു. 2-3 മന്ത്രിമാർ മാത്രമാണ് കഷ്ടി അവർ മത്സരം പിടിച്ചു നിൽക്കുന്നത്. അതായത് 1000-ൽ താഴെ വോട്ടിന് മാത്രമാണ് പലരുടെയും ലീഡ് നില എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പല എക്സിറ്റ് പോളുകളും മൂന്നാമതൊരു കക്ഷി, അതായത് ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF എന്ന രീതി പിന്തുടർന്നു വന്ന കേരളത്തിൽ മൂന്നാമതൊരു കക്ഷി BJP ഇക്കുറി നിയമസഭയിൽ സീറ്റ് അക്കൗണ്ട് തുറക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമാകുന്നു. ഏതാണ്ട് 3ഓളം സീറ്റുകളിൽ ശക്തമായി ലീഡ് ചെയ്യുന്നു. അതിൽ തന്നെ 1-2 തീർച്ചയായും സീറ്റുകൾ ഉറപ്പിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്ക് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാനാകുന്ന പക്ഷം എന്തായിരിക്കും ഈ പാർട്ടിയുടെ മുന്നോട്ടുള്ള ഗതി എന്നുള്ളത് ഞാൻ ചോദിക്കുന്നതിന് ഒരു പ്രാധാന്യം കൂടിയുണ്ട്. കേരളത്തിൽ BJPയുടെ B ടീമായിട്ടാണ് പിണറായി വിജയൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലാവ്ലിൻ കേസ് പോലുള്ള കേസുകൾക്കെതിരെ അല്ലെങ്കിൽ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെടെ പിണറായി വിജയൻ്റെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ 1.5 വർഷക്കാലം ആ കുറ്റത്തിന് ജയിലിൽ കിടന്നിട്ടും മുഖ്യമന്ത്രിക്ക് എതിരെ യാതൊരു തരത്തിലുള്ള നടപടി കേന്ദ്ര സർക്കാർ എടുക്കാതിരുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കും മകനും എതിരെയുള്ള കേസുകൾ, സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുന്ന കേസുകൾ, ED അന്വേഷിക്കുന്ന കേസുകൾ, കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള കേന്ദ്രത്തിൻ്റെ NIA അന്വേഷിക്കുന്ന കേസുകൾ, ഇതിലൊന്നിലും തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയോ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള ബന്ധുക്കളെയോ ഒന്നും EDയോ അല്ലെങ്കിൽ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ തൊടുന്നില്ല. സുപ്രീം കോടതിയിൽ പോലും കേസുകൾ മാറ്റിവെക്കപ്പെടുന്നു. ഇങ്ങനെ ഒരു രീതിയിൽ സാധാരണക്കാരായ BJPക്കാർക്ക് അണികൾക്കിടയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കൃത്യമായി വോട്ട് ചോദിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു മാറ്റം വരും, മാറേണ്ടത് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യങ്ങൾ വരുമ്പോൾ മാറാത്തത് മാറും എന്നൊക്കെ പറയുമ്പോൾ ഇനി അക്ഷരാർത്ഥത്തിൽ BJP മാറുമോ? അല്ല, BJP മാറിയാൽ BJPക്ക് കൊള്ളാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ഇപ്പോൾ എക്സിറ്റ് പോൾസ് പലതും വന്നു, അല്ലെങ്കിൽ പലതും വന്നിരുന്നു. ആ പലതിലും വന്നിരിക്കുന്നതിൽ BJPക്ക് തന്നെ 2 തുടങ്ങിയിട്ട് ചിലർ 2 തുടങ്ങി 4 വരെ, ചിലർ 2 തുടങ്ങി 5 വരെ, ചിലർ 4 തുടങ്ങി 7 വരെ എന്നുള്ള സീറ്റൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ ഏകദേശം ഒരു 2 സീറ്റ് BJPക്ക് ഫൈനൽ കിട്ടുന്ന ഏകദേശം ഉറപ്പായി. പക്ഷെ വേണമെങ്കിൽ ഒരു 3-4 സീറ്റ് വരേക്കും BJPക്ക് വളരെ സാധ്യത വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 10-ലധികം സീറ്റുകൾ BJP സെക്കൻഡ്, 10ഓളം സീറ്റുകൾ BJP സെക്കൻഡായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJPയെ സംബന്ധിച്ചുള്ള വളർച്ച വളരെ ശോഭനകരമായിരിക്കുന്ന വളർച്ചയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള വളർച്ചയാണ് BJPക്കുള്ളത്. പക്ഷെ അത് ഞാൻ രാഷ്ട്രീയത്തിന്റെ വളർച്ച മാത്രമല്ല വിഷയം. ഒരു കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇപ്പൊ ആര് ഭരിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്തിനു ഭരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രശ്നം. കേരളത്തിൽ ഇപ്പോൾ BJPക്ക് സീറ്റ് കൂടാം, BJPക്ക് വോട്ട് ഷെയർ കൂടാം, BJPയുടെ സഖ്യകളുടെ കക്ഷികളുടെ എണ്ണമണിയിൽ കൂടാം. അതനുസരിച്ചിട്ട് BJPക്ക് കൊണ്ട് വളർച്ച ഉണ്ടാവാം. പക്ഷെ BJPക്ക് വളർച്ച ഉണ്ടായിട്ട് ഇപ്പൊ ഏകദേശം ബംഗാൾ പോലെയാണ്. ബംഗാൾ ജ്യോതിവാസ് ഭരിച്ചു, ബുദ്ധദേവ് ഭട്ടാചാര്യ ഭരിച്ചു, മമതാ ബാനർജി ഭരിച്ചു. പക്ഷെ ബംഗാൾ മാത്രം വികസനം ഉണ്ടായില്ല. സമാനമായിട്ടുള്ള രീതിയിൽ നാളെ LDF ഭരിച്ചു, UDF ഭരിച്ചു, BJP ഭരിച്ചാലും കേരളത്തിന് വികസനം ഉണ്ടാകാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് എന്താണ് മലയാളികളിൽ നിന്ന് പഠിക്കേണ്ടതാണെന്നാണ് വിഷയം. കാരണം ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ആര് ഭരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് എങ്ങനെ ഭരിക്കുന്നു എന്നുള്ള വലിയ വിഷയമാണ്. അവരെങ്ങനെയാണ് കേരളത്തെ പഠിച്ചിരിക്കുന്നത്, കേരളത്തിലെ ജനങ്ങളുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ്, കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള വികസനം എന്തൊക്കെയാണ് വേണ്ടത്, കേരളത്തിന്റെ വ്യവസായ രംഗത്ത്, വാണിജ്യ രംഗത്ത്, വ്യവസായ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഇത്യാദി കാര്യങ്ങളുള്ള സമൂലമായിട്ടുള്ള പരിവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന മുന്നണികൾക്ക് വയ്ക്കാനായിട്ടുള്ള എന്താ ഉള്ളത്, അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്,
അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? ഇന്നിപ്പോ നമ്മൾ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു മാറ്റം എനിക്ക് തോന്നുന്നത്, ഒരു സംസ്ഥാനത്ത് പഴയ കൂട്ടുള്ള രാഷ്ട്രീയമല്ല. ഇപ്പൊ ഉത്തർപ്രദേശ് നല്ല എക്സാമ്പിൾ എടുത്തു നോക്കൂ. ഒരു സമയത്ത് ജാതി രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുത്ത സ്ഥലമാണ് ഉത്തർപ്രദേശ്. വ്യത്യസ്തമായ ജാതികളാണ് അവിടെ മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചത്. പിന്നാക്ക സമുദായക്കാരന്റെ മുഖ്യമന്ത്രിയായിട്ട് പോലും വരാൻ സമ്മതിക്കാതിരുന്ന സംസ്ഥാനമാണ് ഈ പറയുന്ന ഉത്തർപ്രദേശ്. അങ്ങനെയുള്ള സംസ്ഥാനത്ത് കല്യാൺ സിംഗിനെ പോലുള്ള പട്ടികജാതിക്കാരനായിട്ടുള്ള ആളെ അവിടെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിക്കൊണ്ട് അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഒറ്റ മുണ്ട് മാത്രം എടുക്കുന്ന ഒരു കാഷായ വസ്ത്രധാരിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് അവിടെ ഉത്തർപ്രദേശിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ചില പ്രയത്നങ്ങൾ നടക്കുന്നു. അതിന് ഫലം കാണാൻ സാധിച്ചു. ദ്രൗപദി മുർമു നല്ല എക്സാമ്പിളാണ്, ഭാരതത്തിന്റെ രാഷ്ട്രപതിയായി. അപ്പോ രാഷ്ട്രീയത്തിൽ പ്രധാനമായിട്ട് വരുന്നത് ഇവരാര് വരുന്നു, എന്തിനു വരുന്നു എന്നുള്ളതാണ്. ഇന്ന് പട്ടികജാതി വിഭാഗക്കാരും വരുന്നു, സ്ത്രീകൾ വരുന്നു, വിദ്യാഭ്യാസമുള്ള ആളുകൾ വരുന്നു. ഇപ്പൊ കേരളത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ രാഷ്ട്രീയത്തിന് മാറ്റം മാത്രം സംഭവിക്കുന്നുള്ളൂ. ഈ രാഷ്ട്രീയ മാറ്റം കൊണ്ട് കേരളത്തിന്റെ വികസനം ഉണ്ടാകുന്നുണ്ടോ? 3.5 ലക്ഷം ആളുകളാണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് യുവാക്കളാണ് പുറത്തേക്ക് പോയത്. ഇനിയിപ്പോ വരുന്ന സർക്കാർ ഞാൻ മനസ്സിലാക്കുന്നത് UDF സർക്കാർ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇവിടെയുള്ള യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കണം. യുവാക്കൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള, അവർക്ക് ഇവിടെ തന്നെ ജോലി കിട്ടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. കേരളത്തിലെ സ്ത്രീകൾക്ക് അനുസരിച്ച് പെരുമാറാൻ വേണ്ടി സാധിക്കണം. അവരുടെ വികസനത്തിന് വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കണം. ഇപ്പൊ BJP ഭരണത്തിൽ വന്നാലും BJPയുടെ സീറ്റ് കൂടി, BJPക്ക് സീറ്റ് കിട്ടിയപ്പോ അസംബ്ലിയിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായി. അതെല്ലാം അസൽ വിഷയമുള്ളത്. എന്തിനാണ് BJPയുടെ 2 MLA അസംബ്ലിയിലേക്ക് പോകുന്നത്? ഈ അസംബ്ലിയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഇത്തരം വിഷയങ്ങൾ അവിടെ അവര് പ്രതിനിധീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ വിഷയങ്ങൾ അവർക്ക് അവിടെ അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ സംസ്ഥാനത്തിന്റെ സർവാംഗീണമായിരിക്കുന്ന ഉന്നതി ഈ പറയുന്ന BJP MLA മനസ്സിലുണ്ടോ? അതില്ലാതിരിക്കട്ടെ. ഇല്ലാന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 2 പേര് അടുത്ത പ്രാവശ്യം കേരളത്തിന് നിയമസഭ കാണില്ല. അപ്പൊ BJP അടക്കം എൻ്റെ ഒരു വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും പ്രത്യേകിച്ച് പുതുതായിട്ട് വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് സംസ്ഥാന താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അതൊരിക്കലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ തൻ്റെ ഘടകകക്ഷികളുടെ താല്പര്യങ്ങളോ, ഈ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും മുൻകൈയെടുത്താൽ ഈ പറയുന്ന ആളുകൾ ജനങ്ങളെ ശിക്ഷിക്കും. അതാണ് അനുഭവങ്ങൾ, ശരിക്കതാണ്. ഇപ്പൊ നേരത്തെ എന്നോട് ഇപ്പൊ ചോദിച്ച മാതിരിയുള്ള ഇപ്പൊ ലാവ്ലിൻ കേസ് പറഞ്ഞു. ഈ ലാവ്ലിൻ കേസിൽ സാമാന്യേന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പങ്കിട്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അത് കോടതി പലവട്ടം നീട്ടിവെക്കുന്നുണ്ട്. അതിന്റെ സാഹചര്യത്തെ സംബന്ധിച്ച് എനിക്ക് പറയാൻ സാധ്യമല്ല. ഒരുപക്ഷെ നിയമജ്ഞന്മാര് വ്യക്തമാക്കേണ്ട വിഷയമാണ്. നിർഭാഗ്യവശാൽ കേരളത്തിൽ നിയമജ്ഞന്മാരടക്കം ഈ വിഷയങ്ങളിൽ വളരെ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അവരെല്ലാവരും മൗനമാണ് വലിക്കുക. ഈ മൗനഭഞ്ജനം നടത്തിക്കൊണ്ട് ഈ പറയുന്ന കുറ്റവാളികൾക്കാളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിരിക്കുന്ന ആസൂത്രിതമായിരിക്കുന്ന പരിശ്രമം ആവശ്യമാണ്. അതിന് ഈ പറയുന്ന അടുത്ത് വരുന്ന നിയമസഭാ കാര്യത്തില് ഒരു വലിയ പങ്ക് വഹിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ ഉള്ളത്. കാരണം കോൺഗ്രസ് 100ലധികം സീറ്റുകൾ നേടിയിട്ട് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നു. പ്രതിപക്ഷത്തുള്ള കക്ഷി വളരെ ശുഷ്കമായിരിക്കുന്ന രീതിയിലാണ് ഇടതുപക്ഷത്തിന്റെ സമീപനമുള്ളത്. അവർ അംഗബലം വളരെ കുറവാണ്. 2 പേരാണെങ്കിലും BJPക്കാരായിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കും ഈ പറയുന്ന വിഷയത്തിൽ കേരള സർക്കാരിനോട് അവർക്കും ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെ കേരള സർക്കാരും ഈ BJPയുടെ ആളുകളും കൂടി സംയുക്തമായ രീതിയിൽ കേരളത്തിന്റെ വികസനത്തിൽ ആക്കാക്കിക്കൊണ്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യും. ഈ നാടിനെ കട്ടുമുടിച്ച് ലാവലിനടക്കമുള്ള അല്ലെങ്കിൽ മറ്റേ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പങ്ക് വഹിച്ച അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും, ഇപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബമാണല്ലോ പ്രധാനമായിട്ട് CMRൽ നിന്ന് പണം വാങ്ങിച്ചു എന്നുള്ള ആക്ഷേപമുള്ളത്, ഇവരടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് നടക്കുന്ന അന്വേഷണത്തിന് വേണ്ടത്ര തെളിവുകൾ കൊടുത്തുകൊണ്ട് കുറ്റവാളികളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവര് ഒരു നടപടി പറയുന്ന ഇനി വരാൻ പോകുന്ന ഭരണ നേതൃത്വവും അതേപോലെ തന്നെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും കൂടി ചേർന്നുകൊണ്ട് എടുക്കണം എന്നുള്ളതാണ് ഈ സംബന്ധിക്കുന്ന എൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായം.
അല്ല, ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായ സമയത്ത് ഒരു ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാളിതുവരെ പറഞ്ഞു കേൾക്കുന്ന ആക്ഷേപം. അതിന് ഉന്നയിക്കപ്പെട്ടിരുന്ന കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് വേണ്ടി കേരളത്തിൽ പിണറായി വിജയന് കേന്ദ്ര സർക്കാർ സഹായിക്കുന്നു എന്നുള്ള ചില ആക്ഷേപങ്ങളായിരുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പിണറായി വിജയൻ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു, കേരളത്തിൽ കോൺഗ്രസ് UDF അധികാരത്തിൽ വരുന്നു. അങ്ങനെയെങ്കിൽ BJPക്ക് ഇനി പിണറായി വിജയനെ കോൺഗ്രസ് മുക്ത കേരളത്തിന് വേണ്ടിയോ ഭാരതത്തിന് വേണ്ടിയോ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇത്തരം കേസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് കൃത്യമായ നടപടികൾ കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ BJPയുടെ അണികളും പ്രവർത്തകരും പറയുന്നത് പോലെ BJPയുടെ വളർച്ച ഏത് ഘട്ടത്തിലേക്ക് ചെന്ന് എത്തി നിൽക്കും എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ്. എനിക്ക് പലപ്പോഴും BJPയുടെ വളർച്ചയെ സംബന്ധിച്ച് മാത്രമല്ല, കേരളം ഭരിക്കാൻ പോകുന്ന ആളുകൾക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട്. അവർ ഇക്കാര്യത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിച്ചു എന്നിരിക്കട്ടെ, അവർക്ക് പങ്കുവഹിക്കാം. അവർക്ക് ഇതിന്റെ രേഖകൾ മുഴുവൻ അവർക്ക് എടുക്കാം. ആ രേഖകൾ മുഴുവൻ അവർക്ക് കോടതിയിൽ പ്രസന്റ് ചെയ്യാം. അതിന് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യമൊന്നുമില്ല. അവര് കൃത്യമായിട്ട് ഈ വിഷയങ്ങൾ കേന്ദ്ര കോടതിയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്ന് അർഹമായിരിക്കുന്ന ശിക്ഷ ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇതിലൊരു വിരോധാഭാസം എന്താന്ന് പറയാൻ, നമ്മുടെ ഭാരതത്തിന്റെ ബഹുമാന്യായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രി വെറുതെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കില്ല. കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിന് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനെതിരെയോ യാതൊരു തരത്തിലുള്ള നിയമ നടപടികൾ കൈക്കൊള്ളാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടുത്തെ സാധാരണക്കാരായ BJPക്കാരോട് മറ്റിതര രാഷ്ട്രീയ കക്ഷികൾ എടുത്തു ചോദിക്കുമ്പോൾ അവർക്ക് മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന കാഴ്ച. അല്ല, അവര് സത്യത്തിൽ മിണ്ടാട്ടം മുട്ടേണ്ട ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പൊ ഇനി വരാൻ പോകുന്ന കേരളത്തിലെ സർക്കാരിന് ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ സാധിക്കും. അവർക്ക് കൃത്യമായിട്ട് രേഖകൾ കേരള സംസ്ഥാനത്തിന് കൈവശമുണ്ട്. ആ രേഖകൾ അവരെടുക്കണം. അവർ കൃത്യമായിട്ട് ഒരു കോടതിയിൽ പോകണം. അല്ല, സാർ പറഞ്ഞു കേരളത്തിൽ ഇനി വരുന്ന സർക്കാർ നടപടി എടുക്കുന്നു അല്ലെങ്കിൽ എടുക്കുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. ഇപ്പോൾ നിലവിൽ ഭാരതം ഭരിക്കുന്ന BJPയുടെ തലമുതിർന്ന നേതാക്കന്മാരായ നരേന്ദ്രമോദി, അമിത്ഷാ ഉൾപ്പെടുന്ന ഒരു ഭരണസമിതിയിലെ ആളുകൾ, അമിത്ഷായും പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കേരളം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു, മയക്കുമരുന്നിന്റെ ഹബ്ബാണെന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അല്ലെ, തീർച്ചയായിട്ടും അങ്ങനെ കേരളത്തിന് നിയമസഭയ്ക്ക് ആവശ്യപ്പെടാം. കേരളത്തിന്റെ നിയമസഭയിൽ ഇരിക്കുന്ന 102, 101, 102 എത്രയായിക്കോട്ടെ, ഈ പറയുന്ന കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന ഭരണകക്ഷി അംഗങ്ങളും അതേപോലെ തന്നെ BJPയുടെ 2 അംഗങ്ങളും ചേർന്ന 103 ആയിട്ട് വരുന്ന ആളുകൾ കൂട്ടായിട്ട് തീരുമാനം എടുക്കണം. അതിനി വരുന്ന കാര്യമാണ്. തീർച്ചയായും അങ്ങനെ ചെയ്യാലോ. ഇനി വരുന്ന കാര്യമാണ്. അത് അങ്ങനെ സംഭവിക്കട്ടെ, ചെയ്യണം. നാളിതുവരെ അങ്ങനെ സംഭവിക്കാതിരുന്നത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നാളിതുവരെ അങ്ങനെ ഒരു നടപടി ക്ഷീണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിൽ BJPക്ക് മാത്രമല്ല ഞാൻ എന്റെ പറഞ്ഞത്, ഇപ്പൊ കേരളത്തിന്റെ നിയമസഭ മദനി തുറന്നുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൂട്ടായ നിയമമായിട്ടുള്ള പ്രമേയം പാസ്സാക്കിയല്ലോ. അത്തരത്തിൽ പ്രമേയം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലാവ്ലിൻ കേസ് ശിക്ഷിക്കുന്ന കാര്യത്തില് കേരളത്തിന്റെ കേന്ദ്ര മന്ത്രിസഭാ കാര്യത്തില് കോടതിയോട് ശക്തമായിട്ട് ആവശ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് വക്കീലിനെ വെച്ചുകൊണ്ട് ഈ വിഷയങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ സമീപനം? എന്തായാലും സാറ് പറഞ്ഞതുപോലെ കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിന് വേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറന്നുകൊണ്ട് ചെയ്യണം. എല്ലാവരും നിലകൊള്ളട്ടെ. അങ്ങനെ നിലകൊള്ളുന്ന ഒരു രീതി ആവട്ടെ 2026 പുതിയ ഭരണ സർക്കാരിന്റെ സമീപനങ്ങളും സർക്കാർ വന്നതിന് ശേഷവും എടുക്കേണ്ടത് ഭരണ പ്രതിപക്ഷ കക്ഷികൾ രാഷ്ട്രീയത്തിനുപരിയായിക്കൊണ്ട് കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിലാക്കിക്കൊണ്ട് അഴിമതി മുക്തമായിരിക്കുന്ന കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായുള്ള പരിശ്രമം ആവശ്യമാണെന്നാണ് ഇക്കാര്യത്തിൽ എന്റെ അഭിപ്രായം. അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. നമസ്കാരം.